നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ ചിത്ര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴി വരുന്നത് കന്നിക്കൂറിലാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 9-ൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ സഹായ സ്ഥാനത്ത് വ്യാഴ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കർമ്മസംബന്ധമായിട്ടുള്ള ഗുണമുണ്ടാകും. അപ്പോൾ തൊഴിൽ സ്ഥാനക്കയറ്റം, തൊഴിൽ വരുമാനം വർദ്ധിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. സഹായ സ്ഥാനാധിപതി സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് സഹായങ്ങൾ കിട്ടാൻ യോഗമുണ്ടെങ്കിലും അഷ്ടമാധിപത്യം കൂടി വഹിച്ച് നീചത്തിൽ നിൽക്കുന്ന കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളോ സഹായികളായിരിക്കുന്ന വ്യക്തികളോ അകന്ന് പോകാൻ ഇടവരെ അല്ലെങ്കിൽ തൊഴിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ മറ്റ് സ്ഥലത്തേക്ക് മാറിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. 5-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പം ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ, എൻ്റർടൈൻമെൻറ്റുള്ള കാര്യം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നാൽ നാഗദോഷമുണ്ട്. നാഗദോഷമുള്ളത് കാരണം കൊണ്ട് എന്ത് കാര്യം ആഗ്രഹിച്ചാൽ ആദ്യം ഒരു മുടക്കം ഉണ്ടാകും. അതിന് ശേഷമാണ് കാര്യങ്ങൾ അനുകൂലമായി വരിക. മാത്രമല്ല 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് ദേഷ്യം എടുത്തിയാട്ടം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ള രീതിയിലൊക്കെ അനുകൂലമാണ്. അപ്പോൾ എന്തായാലും നാഗപൂജ ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നതും മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരാൻ നല്ലതാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അഷ്ടമ ഹരദോബാലി എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് സ്വയം മനസ്സറിയാതെ നമ്മളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ദൈവത്തെ വരുന്ന തടസ്സങ്ങൾ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സഹായികൾ ശത്രുക്കളാകുക, സഹായികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടപ്പെട്ടവർ അകന്നു പോകാൻ ഇടവരാനും സാധ്യതയുള്ള സമയമാണ്. പൊതുവേ മാനസികമായിട്ട് അലസതയും നിരാശയും കൂടാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ കർമ്മസ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്നുണ്ടെങ്കിലും നീചാവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് തൊഴിൽ മേഖലയിൽ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനിട വരികയും ചെയ്യുക. പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക, അതുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാനിട വരിക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുന്നതിന് വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 7-ാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസിക ടെൻഷൻ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്കൊക്കെ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തണം. അതേപോലെ 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന കാരണം അലസത വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കാരണമുണ്ട് ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചും സാധിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പ്രാർത്ഥന, വഴിപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷ വിചാരിക്കരുത്. ദൈവാധീനത്തിനുള്ള പരിഹാരം, ദൈവാധീനം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പ്രാർത്ഥനയുണ്ടാകണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.